എംബസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ജാലകത്തിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിലെ തലച്ചോറ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു അവയവമാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തെ തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഒരു അവയവമാണ് സ്പൈനൽ കോഡ്. ഇന്ന് നമ്മൾ സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് ഇതിനെക്കുറിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്യാനായി എത്തിയിരിക്കുന്നത് എറണാകുളം MAJ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോസർജനായ ഡോക്ടർ ശ്യാം ബാലസുബ്രഹ്മണ്യമാണ്. ആരോഗ്യ ജാലകത്തിലേക്ക് സ്വാഗതം സർ. സർ, നമ്മൾ സ്പൈനൽ കോഡിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സാധാരണ ഒരു കോമൺ ടോക്കിൽ നമ്മൾ കേട്ടേക്കുന്നത് നട്ടെല്ല് എന്നാണ് വിശേഷിപ്പിക്കുക. എന്നാൽ നട്ടെല്ലല്ല സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന നാഡി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറുമായി നമ്മുടെ ശരീരത്തെ ബന്ധിപ്പിക്കുന്ന ഒരു അവയവമാണ്. ശരിക്കും എന്താണ് സ്പൈനൽ കോഡിന്റെ ഇമ്പോർട്ടൻസ്? എവിടെയാണിത് സ്ഥിതി ചെയ്യുന്നത്? നമുക്കിപ്പോൾ തലച്ചോറ് ബ്രെയിനിനെ പറ്റി ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ തലയ്ക്കകത്താണ്. അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു തലയോട്ടിയുണ്ട്, സ്കള്ളുണ്ട്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റിങ് അസ്, ഒരു ഹെൽമെറ്റ് പോലെ. സെയിം സിസ്റ്റം നമ്മുടെ പിന്നെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കശേരുക്കളുണ്ട്. ഈ കശേരുക്കളുടെ നടുക്കൂടാണ് തലച്ചോറിൻ്റെ കണ്ടിന്യൂഷൻ ആയ സുഷുമ്ന നാഡി സ്പൈനൽ കോഡ് താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അത് കഴുത്തിൻ്റെ അവിടെ നിന്ന് തൊട്ട് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ നടുഭാഗം വരെ ഇറങ്ങി വരുന്നുണ്ട്. ആൻഡ് ഓരോ ലെവലിലും നമ്മുടെ ബോഡിക്ക് അതിൻ്റേതായ അവയവങ്ങൾക്ക് വേണ്ടിയുള്ള നെർവ് സപ്ലൈ, ഞരമ്പുകൾ ഈ സ്പൈനൽ കോഡിൽ നിന്ന് സുഷുമ്ന നാഡിയിൽ നിന്ന് അറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഞരമ്പ് ഇറങ്ങിപ്പോകുന്നത് നമ്മുടെ ഈ കശേരുക്കളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൂടെ. കശേരുക്കളിനകത്തൊരു ഗ്യാപ്പുണ്ട് ഇത് ഇറങ്ങി വരാനായിട്ട്. ഇതൊരു പല ബോൺസ് പിന്നെ എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു കോളമാവുന്നതാണത്. അങ്ങനെയാണ് നമുക്ക് നട്ടിലാവുന്നത്. അപ്പോൾ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്റ്റിഫ്നെസ്, ആ നട്ടിലുള്ളതുകൊണ്ടാണ് നമുക്ക് നേരെ നിൽക്കാൻ പറ്റുന്നത്. ഇത് കൂടാതെ ദർ ഈസ് ഓൾസോ മൂവ്മെൻറ്റ്. അപ്പോൾ ഈ മൂവ്മെൻറ്റിന് വേണ്ടി അവിടെ ജോയിൻറ്റ്സ് ഉണ്ട്. ഈ ജോയിൻറ്റിനെ നമ്മൾ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ലിഗമെൻറ്റ് എന്ന സാധനമുണ്ട്. ഈ ലിഗമെൻറ്റ് ഇസ് ലൈക്ക് ഒരു കയർ പോലത്തെ സാധനമാണ്. നമ്മളിപ്പോൾ കയർ വെച്ച് സാധനങ്ങൾ കെട്ടത്തില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഈ കശേരുക്കളെ ലിഗമെൻറ്റ് കെട്ടും. ആൻഡ് ഇതിൻ്റെ നടുക്ക് ഓരോ കശേരുക്കളിൻ്റെ ഇടയ്ക്ക് ദർ ഇസ് സംതിങ് കോൾഡ് എ ഡിസ്ക്. ഈ ഡിസ്ക് ഇസ് ലൈക്ക് എ ഷോക്ക് ഒബ്സർവർ. നമ്മുടെ വണ്ടിക്കൊക്കെ ഷോക്ക് ഒബ്സർവർ ഇല്ലേ, അതുപോലാണത്. ഇത് ബേസിക്കലി ഡിസ്ക് ഒരു പേസ്റ്റ് നിറഞ്ഞത് ഒരു ജെൽ പോലത്തെ ഒരു കുഷനാണ്. അതാണ് ഈ ഡിസ്ക്. സോ ദിസ് ഇസ് ഹൗ നമ്മുടെ സ്പൈനും സ്പൈനൽ കോഡും ലേ ഔട്ട് അങ്ങനെയാണ്. പൊതുവേ നമുക്ക് അറിയാവുന്നത് സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന പ്രശ്നമായി നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ ട്രോമയാണ്. എന്നാൽ ഇതല്ലാതെ അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സ്പൈനൽ കോഡിനെ അഫക്റ്റ് ചെയ്യുക, എന്തൊക്കെ അസുഖങ്ങളാണ് സ്പൈനൽ കോഡുമായി ബാധിക്കുന്നത്? നമ്മൾ യൂഷ്വലി ഇത് ക്ലാസിഫൈ ചെയ്യുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ കോസ്. അപ്പോൾ വൺ കോമൺ കോസ് സത്യം പറഞ്ഞാൽ ട്രോമയാണ്. ട്രോമ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിപ്പോൾ വണ്ടി ആക്സിഡൻസ് ഒക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. സോ വണ്ടി ആക്സിഡൻസിൽ, വെഹിക്കുലർ ആക്സിഡൻസിനകത്ത് സ്പൈനകത്തും സ്പൈനൽ കോഡിനകത്ത് ഇഞ്ചുറി വരാൻ നല്ല ഹൈ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ സ്പെഷ്യാലിറ്റിയാണ് തെങ്ങുകൾ. ആൾക്കാർ തെങ്ങിൻ്റെ മണ്ടയിൽ നിന്നൊക്കെ വീഴാൻ നല്ല പീപ്പിൾ അൺഫോർച്ചുനേറ്റ്ലി ആസ് എ പാർട്ട് ഓഫ് ദ ലൈവ്ലിഹുഡ് തെങ്ങി കയറണം. ഓക്കെ, കയറുമ്പോഴത്തേക്ക് പലപ്പോഴും തേങ്ങാനും കയറുക അല്ലെങ്കിൽ മറ്റേതിനു വേണ്ടി കയറുമ്പോഴത്തേക്ക് ഒന്ന് കാല് സ്ലിപ്പായാൽ മതി. ഇറ്റ് ഈസ് എ റിസ്കി ജോബ്. ആൻഡ് ദെൻ താഴെ വീഴും. അപ്പോൾ ഈ ഫോൾ ഫ്രം ഹൈറ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് സ്ലിപ്പായി ഒരു ബാൽക്കണിയിൽ നിന്ന് വല്ലതും വീഴുമ്പോഴത്തേക്ക് ഇത് രണ്ടുമാണ് കോമൺ കോസസ്. ട്രോമ എന്ന് നമ്മൾ പറയുന്നത്.
അപ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രോമയ്ക്കകത്ത് വരാനുള്ള പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഒന്ന്, ബിക്കോസ് ഇത് കഷേത് വിസ് എ ബോൺ, അപ്പോൾ ബോണിനകത്ത് ഫ്രാക്ചർ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലിഗമെൻറ്റ്സ്. അപ്പോൾ ഈ വീഴുമ്പോഴത്തേക്ക് ആ ലിഗമെൻറ്റിൻ്റെ പുറത്തും സ്ട്രെയിൻ വരാം. അപ്പോൾ ഈ കയറ് പൊട്ടുന്ന പോലെ ഈ ലിഗമെൻറ്റ്സും പൊട്ടാം. അതിന് നമ്മൾ ലിഗമെൻറ്റൽ ടെയർ എന്ന് പറയും. പിന്നെ മൂന്നാമത്തെ ഇഷ്യൂ ഈ ഡിസ്ക് ഇസ് ലൈക്ക് എ ഷോക്ക് അബ്സോർബർ. അപ്പോൾ ഈ ഡിസ്കിനകത്തും പിന്നെ ഇതുപോലെ തന്നെ പ്രോബ്ലംസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ബേസിക്കലി എ കുഷനകത്ത് ഒരു ജെല്ല് ഫില്ല് ചെയ്ത കുഷനാണ് ഈ സാധനം. അപ്പോൾ ഇത് പൊട്ടി ഈ കുഷനകത്തുള്ള ജെല്ല് സ്പ്രെഡായി പിന്നെ സ്പൈനൽ കോഡിനെ പ്രസ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ട്രോമ. ഡീജനറേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ അവർ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് നമ്മുടെ ബോഡീനെ നമ്മൾ പണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവർ ലൈവ്ലിഹുഡും അവർ ലൈഫ് സ്റ്റൈലും ചേഞ്ച് ആയതുകൊണ്ട് നമ്മളിപ്പോൾ പഴയ പോലെയല്ല. നമ്മുടെ ആക്ടിവിറ്റീസ് അത് മോർ സെഡൻറ്ററി. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് കസേരയിലിരുന്നൊരു ജോലിയാണ്. യു ഹാവ് ടു ട്രാവൽ, ഒത്തിരി അധികം നേരം ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ യു ആർ സിറ്റിംഗ് ഐഡിൽ. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിനകത്ത് നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റി കുറയുന്നു. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് പുവർ പോസ്ചർ. അപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾ ഫുൾ ടൈം കമ്പ്യൂട്ടർ സിസ്റ്റം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹി ഹാസ് ടു നെക്ക് ഒരു നല്ല പൊസിഷനിലായിരിക്കത്തില്ല. നമ്മൾ ഈ കസേരയിൽ ഇരിക്കുമ്പോഴത്തേക്ക് അവർ പൊസിഷൻ വോണ്ട് ബി ഓക്കെ. നമ്മൾ സ്ലൗ ചെയ്യും, ഇങ്ങനെ സ്ലൗ ചെയ്ത് ഇങ്ങനെ കൂനി വരും. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ ബിക്കോസ് ഓഫ് ഓൾ ദീസ് തിങ്സ് നമ്മുടെ ബോഡിക്കകത്ത് ഡീജനറേഷൻ ഉണ്ടാകും. പിന്നെ ഓഫ് കോഴ്സ് ദർ ഇസ് അനദർ ക്ലാസ് ഓഫ് പീപ്പിൾ. നമ്മുടെ ഇപ്പോൾ നാട്ടിൽ തന്നെ മാനുവൽ ലേബറേഴ്സ് ഉണ്ട്, പിന്നെ ചുമട്ട് തൊഴിലാളികൾ. അവർ പിന്നെ ചുമടെടുക്കുന്നത് തലയിൽ വെച്ചുകൊണ്ടാണ് ചുമടെടുക്കുന്നത്. അപ്പോൾ ഈ ചുമടെടുക്കുമ്പോഴത്തേക്ക് തലയിൽ ചുമട് വയ്ക്കുമ്പോഴത്തേക്ക് കഴുത്തിനകത്ത് നല്ല ഡാമേജ് ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കുനിഞ്ഞെന്തെങ്കിലുമൊക്കെ എടുക്കുന്ന ആൾക്കാർ, അപ്പോൾ എ പേഴ്സൺ ഹൂസ് എ മാനുവൽ ലേബർ കിളച്ചുകൊണ്ടിരിക്കുന്ന ആൾ കുനിയെ നിവരുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ നടുവിനകത്ത് തേയ്മാനം ഉണ്ടാകും. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ വെയിറ്റ് ഒക്കെ എടുക്കുവാണെങ്കിലും യൂഷ്വലി ആൾക്കാർക്ക് നടുവും മിന്നെന്ന് പറയുന്നത് പെട്ടെന്ന് വെയിറ്റ് എടുക്കുമ്പോഴത്തേക്കാണ് ഇതുണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് അനദർ തിങ്. അപ്പോൾ ഡീജനറേഷൻ ഇസ് എ സെക്കൻഡ് കോസ് ഫോർ ഇത് കൂടാതെ നമുക്കിപ്പോൾ ബ്രെയിനിനകത്ത് നമ്മളെല്ലാവരും സ്ട്രോക്കിനെ പറ്റി കേട്ടിട്ടുണ്ട്. സ്ട്രോക്ക് ബേസിക്കലി എന്തോ സംഭവിക്കുന്നത് തലച്ചോറിലോട്ടുള്ള രക്തോട്ടം നിന്ന് പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അസുഖമാണ് സ്ട്രോക്ക്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെയും രക്തോട്ടത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പിന്നെ വാട്ടിക്കോൾ ഈ സ്പൈനൽ കോഡിനകത്ത് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. അതുകൂടാതെ ജന്മന ചിലപ്പോൾ രക്തക്കുഴലിനകത്ത് മിസ്റ്റേക്സ് വരാം. ഓക്കെ, ജന്മന. സോ ബിക്കോസ് ഓഫ് ദാറ്റ് രക്തോട്ടത്തിൻ്റെ പ്രോബ്ലവും പിന്നെ രക്തസ്രാവം ബ്ലീഡിങ് ഹെമറേജും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ടു ദ സ്പൈനൽ കോഡ്. സോ ദാറ്റ് ഈസ് അനദർ കോസ് ഫോർ സ്പൈനൽ കോഡിനകത്ത് ഡിസീസസ്. പിന്നുള്ളത് ഓഫ് കോഴ്സ് ബാക്കി എവിടെ പിന്നെ ട്യൂമേഴ്സ് വരുന്ന പോലെ സ്പൈനൽ കോഡിനകത്തും ട്യൂമേഴ്സ് വരാൻ ചാൻസസ് ഉണ്ട്. സം ഓഫ് ദം ആർ ക്യാൻസറസ്, മെജോറിറ്റി ഓഫ് ദം നോൺ ക്യാൻസറസും ബെനൈനും ആവാം. ഓക്കെ, സോ ഐ തിങ്ക് ദീസ് ആർ ദ ടൈപ്പ് ഓഫ് ഡിസീസസ് ദാറ്റ് വി ഗെറ്റ് ഇൻ ദ സ്പൈനൽ കോഡ്. Now coming to symptoms. Symptoms സത്യം പറഞ്ഞാൽ നമ്മുടെ സ്പൈൻ എക്സ്റ്റെൻസ് ഫ്രം ദ നെക്ക്. കഴുത്തിന് നമ്മുടെ തലയോട്ടി അവസാനിക്കുന്ന ഭാഗം തൊട്ട് താഴെ വരെ നമുക്ക് സ്പൈനുണ്ട്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലേസ് വേർ ദ പ്രോബ്ലംസ് ആർ നമുക്ക് അതനുസരിച്ചിട്ടായിരിക്കും സിംറ്റംസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കഴുത്തൊരു മൊബൈൽ പാട്ടാണ്. നമുക്ക് കഴുത്ത് സത്യം നല്ലോണം അനക്കേണ്ട ഇതാണ്. നമുക്കത് നല്ല റേഞ്ച് ഓഫ് മൂവ്മെൻ്റ് ഉള്ള ഏരിയയാണ്. അപ്പോൾ ഈ റേഞ്ച് ഓഫ് മൂവ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നല്ല ശതമാനം ആൾക്കാർക്ക് കഴുത്ത് വേദന വരാറുള്ളത്. ഓക്കെ, കഴുത്ത് വേദന ഇസ് എ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഗെറ്റ് സിംറ്റം കിട്ടുന്നത്, കോമൺ ആയിട്ട് കിട്ടുന്നത് കഴുത്തിനകത്ത് സ്പൈനിനകത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് തിങ് വാട്ട് വി സീ ഈസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഓരോ ലെവലിലും അവയവങ്ങൾക്ക് വേണ്ടിയുള്ള നെർവ്സ് സപ്ലൈ ഞരമ്പുകൾ സ്പൈനൽ കോഡിന് റൈസ് ചെയ്ത് വരികയാണ്. അപ്പോൾ കഴുത്തിലെ നെർവ്സ് എഫക്റ്റ് ആവുകയാണെങ്കിൽ ആ വേദന, കഴുത്തിലെ വേദന കയ്യിലോട്ട് എന്നുവെച്ചാൽ തോളിലോട്ട്, കൈ മുട്ടിൻ്റെ അടുത്തോട്ട്, ഉള്ളം കൈയിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയും. സോ പെയിൻ്റെ കൂടാതെ തന്നെ നമുക്ക് ബിക്കോസ് ഞരമ്പാണല്ലോ എഫക്റ്റ് ആവുന്നത്. ഇപ്പോൾ മരവിപ്പ്, ചിലപ്പോൾ പുകച്ചിൽ, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. കൈക്ക് പുകച്ചിൽ ഒരു ലിമിറ്റിനപ്പുറം ഞരമ്പിൻ്റെ പുറത്ത് പിന്നെ സ്ട്രെയിൻ വരുവാണ്, കംപ്രഷൻ ഉണ്ടാവുകയാണ്, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ കൈക്ക് ബലക്കുറവും വരാം. പിന്നെ സ്പൈനൽ കോഡിനകത്ത് കഴുത്തിനകത്ത് തന്നെ സ്പൈനൽ കോഡിനകത്ത് പ്രോബ്ലം വരുവാണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി എല്ലാം കണക്റ്റഡ് ആണ്. താഴോട്ടുള്ള നെർവ്സും വീടും തന്നെയാണ് ഇതിൻ്റെ പിന്നെ സ്പൈനൽ കോഡിൽ തന്നെ വരുന്നത്. അപ്പോൾ കഴുത്തിനകത്ത് അത് എഫക്റ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ കാലിനകത്ത് ബലക്കുറവ്, കാലിന് ടൈറ്റ്നെസ്, അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറാൻ ബുദ്ധിമുട്ട്, നടക്കാൻ പ്രശ്നങ്ങൾ, ഇതൊക്കെ വരാം. ഒരു ലിമിറ്റിനപ്പുറം പിന്നെ ബുദ്ധിമുട്ട് കൂടുവാണെങ്കിൽ ഓഫ് കോഴ്സ് കാലിന് ബലക്കുറവ്.
ദർ ഇസ് അനദർ സ്പെഷ്യൽ തിങ് ഇവിടെ. നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ഈ കാലിൻ്റെ ബലം പോലെ തന്നെ നമുക്ക് പിന്നെ യൂറിൻ പാസ് ചെയ്യാനുള്ള നെർവ്സും സ്പൈനൽ കോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ സ്പൈനൽ കോഡിനകത്ത് ഇഞ്ചറി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നേക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് സത്യം പറഞ്ഞാൽ ഒരു എമർജൻസി കേസാണ് ഫോർ ദസ് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ. ഇഫ് സംബഡി ഈസ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട്, നടുവേദനയുടെ കൂടെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, ദാറ്റ് മീൻസ് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ പുറത്ത് നല്ല സിവിയർ പ്രഷർ ഉണ്ടെന്നാണ് എൻ്റെ മീനിങ്. സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് സാർ സൂചിപ്പിച്ചപ്പോൾ സ്പൈനൽ ഡീജനറേഷൻ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് സ്പൈനൽ ഡീജനറേഷൻ എന്നുള്ളത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമ്മളിപ്പോൾ 2 കാലിൽ നിന്ന് നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു സൈഡ് എഫക്റ്റ് വന്നു. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് മൊത്തം നമ്മുടെ സ്പൈൻ വഴിയാണ് ട്രാൻസ്മിറ്റ് ആയത്. നേരത്തെ 4 കാലിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്പൈനിൻ്റെ പുറത്ത് ഇത്രയും സ്ട്രെയിൻ വരത്തില്ലായിരുന്നു. ബട്ട് നൗ ബിക്കോസ് വി ആർ സ്റ്റാൻഡിങ് ഓൺ 2 legs, 2 കാലിൽ നിൽക്കുന്നുണ്ട്, നമ്മുടെ സ്പൈനിൻ്റെ പുറത്ത് ബിഗ് സ്ട്രെയിൻ ഇസ് കമ്മിങ്. ബോഡി വെയിറ്റ് മൊത്തം സ്പൈനിൽ കൂടാണ് കാലിലോട്ട് വരുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഈ വെയിറ്റ് എക്സ്ട്രാ വെയിറ്റും എക്സ്ട്രാ ബേർഡനും നമ്മുടെ സ്പൈനിൻ്റെ പുറത്ത് വന്നതുകൊണ്ട് നമുക്ക് സ്പൈനിനകത്ത് ഡീജനറേഷൻ കൂടും. ബിക്കോസ് ഏത് അവയവവും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഡീജനറേഷൻ കൂടും. സോ ദാറ്റ് ഈസ് വൈ വി ആർ ഹാവിങ് മോർ ഡീജനറേഷൻ. പിന്നുള്ളൊരു ഭാഗം വെച്ചാൽ എല്ലാ ഭാഗങ്ങളിലും സ്പൈനിനകത്ത് ഡീജനറേഷൻ ഉണ്ടാവാറില്ല. മൊബൈലായിട്ടുള്ള ഭാഗങ്ങൾ വെച്ചാൽ അനക്കം ഉള്ള ഭാഗങ്ങളിലാണ് കൂടുതലും നമ്മൾ ഡീജനറേഷൻ കാണുന്നത്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴുത്തിന് നല്ല മൂവ്മെൻറ്റ് ഉണ്ട്, സോ വി ആർ സീയിങ് ഡീജനറേഷൻ ദെയർ. സെയിം വേ നടുവും നമ്മൾ ശരിക്കും അനക്കുന്നുണ്ട്, നമ്മൾ കുനിയുകയും നിവരുകയും ചെയ്യും. ഓക്കെ, ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കുള്ള പോസ്റ്ററിലല്ല ഇരിക്കുന്നത്. സോ ഓൾ ദീസ് തിങ്സ് നമുക്ക് നടുവിന് സ്ട്രെയിൻ ഉണ്ടാക്കുകയാണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഈ സ്ട്രെയിൻ ഉണ്ടാകുമ്പോഴത്തേക്കാണ് ഡീജനറേഷൻ ഉണ്ടാകുന്നത്. സാറ് പറയുമ്പോൾ പോലെ തന്നെ പലപ്പോഴും സ്പൈനൽ കോഡിൻ്റെ ഒരു പ്രശ്നമായി നമ്മൾക്ക് കാണാറുള്ളത് നടുവിന് വേദനയാണ്. പലപ്പോഴും നടുവിന് വേദന നമ്മൾ ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ കാണുമ്പോൾ നടുവിന് വേദന എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പം മിക്കവരും പറയുന്നത് ഡിസ്ക് പ്രോബ്ലമാണ്, ഡിസ്ക് തെറ്റി അല്ലെങ്കിൽ ഡിസ്കിന് തേയ്മാനം ഉണ്ടായി എന്നൊക്കെയാണ്. സാർ, ഈ ഡിസ്ക് പ്രോബ്ലം സ്പൈനൽ കോഡുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ഈ ഡിസ്ക് പ്രോബ്ലം എന്നുള്ളത്? എത്രത്തോളം ഗുരുതരമാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ നാട്ടിലെ പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് ഡിസ്ക് പ്രോബ്ലവും നടുവേദനയും ഒന്നാണ്. ആക്ച്വലി സ്പീക്കിംഗ് ദേ ആർ 2 different തിങ്സ്. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഒരു കളക്ഷൻ ഓഫ് ആൾക്കാർ നിൽക്കുന്നു, ഒരു ബസ് സ്റ്റോപ്പിൽ പോയി റാൻഡമായിട്ട് ഒരു 10 ആൾക്കാരടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നടുവേദന ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ എം ഷുവർ ഒരു 8-9 ആൾക്കാർ പറയും ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ നടുവേദന ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഡിസ്ക് പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് നടുവേദന. നടുവേദന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നടുവേദന ഈസ് ബേസിക്കലി എ സിംറ്റം. നമുക്കിപ്പോൾ പിന്നെ എവിടെയെങ്കിലും ഒരു പിന്നെ കൈ ഒടിയുമ്പോഴത്തേക്ക് കൈക്ക് വേദന എടുക്കും, അല്ലെങ്കിൽ ബോഡിക്കകത്ത് ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്ക് ഒരു പനി വരുന്നു. അതുപോലെ നടുവേദന ഈസ് എ സിംറ്റം. അതിൻ്റെ കോസ് എന്തുവാണ്, ദാറ്റ് ഈസ് another thing. അപ്പോൾ ഡിസ്കിനകത്തുള്ള തേയ്മാനം അല്ലെങ്കിൽ ഡിസ്കിനകത്തുള്ള ഡീജനറേഷൻ അല്ലെങ്കിൽ ഡിസ്കിനകത്തുള്ള ഡാമേജ്, ദാറ്റ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ കോസസ് ഫോർ ബാക്ക് പെയിൻ. നടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. സോ ലൈക്ക് ഐ സെഡ് ബിഫോർ, ഞാനൊരു ഐഡിയ തന്നായിരുന്നല്ലോ നേരത്തെ. നമുക്ക് നടുവിൻ്റെ സ്ട്രക്ചറിനകത്ത് പല പിന്നെ ഭാഗങ്ങളുണ്ട്. ഒന്ന് നമുക്ക് കശേരുക്കളുണ്ട്, കശേരുക്കൾ കെട്ടിവെക്കുന്ന ലിഗമെൻറ്റ്സ് ഉണ്ട്, ലിഗമെൻറ്റ്സിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങി വരുന്ന ഞരമ്പുകളുണ്ട്. ആൻഡ് ദെൻ ഈ കശേരുക്കളുടെ ഇടയ്ക്കുള്ള ഡിസ്ക് എന്ന് ഒരു ജെൽ കുഷനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബോഡി ആ നടുവിലുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം, ഇതിനകത്ത് എന്തിനകത്ത് പ്രോബ്ലം വരുവാണെങ്കിൽ നമുക്ക് നടുവേദന വരാം. ഓക്കെ, അപ്പോൾ എല്ലാം സീരിയസ് അല്ല, എല്ലാം ഡിസ്ക് അല്ല. ഒരു മെജോറിറ്റി ഓഫ് ദ നടുവേദനകൾ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക, ഒരു ചെറിയ വേദന സമാധി കഴിച്ചു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന കാര്യമേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് വൈ നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും നടുവേദന വരുമ്പോഴത്തേക്ക് ബേസിക്കലി ഒരു കൂലിപ്പണിക്കാരനാന്ന് വെച്ചോ, അപ്പോൾ ഹി ഹാസ് ടു അടുത്ത ദിവസം പിന്നെയും ജോലിക്ക് പോകണം. സോ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് നടുവേദനയുണ്ട്, എന്നാൽ ശരി മെഡിക്കൽ സ്റ്റോറിൽ കയറി എന്നാൽ ശരി വേദനയ്ക്ക് ഒരു മരുന്നാണ്. ആൻഡ് അങ്ങനെ അവർ കഴിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ദേ ക്യാരി ഓൺ, ലൈഫ് പോകുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ബട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വാട്ട് ഹാപ്പൻസ്, അൺഫോർച്ചുനേറ്റ്ലി ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ സീരിയസ് പ്രശ്നങ്ങൾ മിസ്സാവാം.
ഓക്കെ. സോ വാട്ട് ഐ വിൽ ഡു ഇസ് നമുക്കിപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്ക് നടുവേദന മാത്രം പെർ സേ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് സീരിയസ് അല്ല. ബട്ട് ചില ആൾക്കാർക്ക് ഭാവിയിൽ ഇഫ് യു നോട്ട് കെയർഫുൾ പ്രോബ്ലംസ് ഉണ്ടാവാം. സോ ദാറ്റ് ഈസ് വെയർ നമ്മൾ വി ഷുഡ് ബി കെയർഫുൾ. അപ്പോൾ വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് ഇപ്പോൾ നടുവേദന ഉണ്ട്, പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാറുന്നില്ലെങ്കിൽ ഒരു മെഡിക്കൽ ഒപ്പീനിയൻ എടുക്കുന്നതിനകത്ത് തെറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ദെൻ കമ്മിങ് ബാക്ക് ടു വാട്ട് എക്സാക്ട്ലി ഈസ് ഡിസ്ക്. അപ്പോൾ ഈ ഡിസ്ക് എന്ന് പറയുന്ന സാധനം, ബിക്കോസ് ദിസ് ഇസ് ജസ്റ്റ് വൺ സബ്സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡിസ്കിനകത്തുള്ള പ്രോബ്ലം. എല്ലാ നടുവേദനയും ഡിസ്കിൻ്റെ പ്രോബ്ലംസ് അല്ല, ലൈക്ക് ഐ സെഡ് ബിഫോർ. അപ്പോൾ ഈ ഡിസ്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമുക്ക് നടുവിനകത്ത് തേയ്മാനവും ഡീജനറേഷനും വരുമ്പോഴത്തേക്ക് നമ്മുടെ നടുവിൻ്റെ അലൈൻമെൻറ്റ്, നമ്മുടെ സ്പൈൻ്റെ അലൈൻമെൻറ്റിനകത്ത് വ്യത്യാസം വരാം. സ്പൈൻ്റെ അലൈൻമെൻറ്റിനകത്ത് വ്യത്യാസം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഡിസ്കിൻ്റെ പുറത്തുള്ള സ്ട്രെയിൻ കൂടും. ഡിസ്ക് ഇസ് ബേസിക്കലി ഷോക്ക് അബ്സർവർ പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറിക്കഴിയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ സ്ട്രെയിൻ കൂടുമ്പോഴത്തേക്കോ ഡിസ്കിനകത്ത് തേയ്മാനം വരും. ഡിസ്കിനകത്ത് തേയ്മാനം വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക് ഒരു കുഷനാണ്. ഈ കുഷനകത്ത് കുറച്ച് ഒരു ജെല്ലി പോലത്തെ സാധനം അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് പോലത്തെ സാധനം ഇരിക്കുകയാണ്. ഇത് തേയ്മാനം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ടൂത്ത് പേസ്റ്റ് പോലത്തെ സാധനം ഈ കുഷനകത്ത് നിന്ന് വെളിയോട്ട് തള്ളി വരും. തള്ളി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു കെമിക്കലുണ്ട്. ഈ കെമിക്കൽ വന്ന് നമ്മുടെ കാലിലോട്ടോ കയ്യിലോട്ടോ വരുന്ന ഞരം പോലെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിവിയർ പെയിൻ ഉണ്ടാവും. അപ്പോൾ ഡിസ്കിനകത്ത് ഉണ്ടാകുന്ന വേദന, ഡിസ്കിനകത്ത് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന പെയിൻ സത്യം പറഞ്ഞാൽ ഒരു ഗ്രേഡ് കൂടിയ പെയിൻ ആയിരിക്കും. നമുക്ക് സാധാരണ നടുവേദനക്കാരും കുറച്ചുകൂടെ കൂടുതൽ പെയിനും ഉണ്ടാവും. ആൻഡ് ചിലപ്പോൾ അത് ഞരമ്പിന് എഫക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് കാലിലോട്ടും വരാൻ ചാൻസ് ഉണ്ട്. എഗെയിൻ ഡിസ്കിൻ്റെ പ്രോബ്ലംസ് എൻ്റെ ട്രീറ്റ്മെൻറ്റും പലപ്പോഴും റെസ്റ്റ് മാത്രമാണ്. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു 90% ഡിസ്ക് പ്രോബ്ലംസ് ഡിസപ്പിയർ ഓൺ ദെയർ ഓൺ. ഒൺലി തിങ് ഇസ് ആ 90 ദിവസം കഴിച്ചു കൂട്ടുന്ന ആൾക്ക് അറിയാം ആ ബുദ്ധിമുട്ട് 90 ദിവസം കഴിച്ചു കൂട്ടുന്നതിൻ്റെ വേദന എന്താണ്. ബട്ട് യൂഷ്വലി വാട്ട് ദേ സേ ഒരു 90 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് എത്ര ബാഡ് ഡിസ്ക് പെയിൻ ആണെങ്കിലും അതിൻ്റെ എഫക്റ്റ് മാറും. ദാറ്റ് ഈസ് ബിക്കോസ് ആ ഞാൻ പറഞ്ഞില്ലേ ഡിസ്കിനകത്ത് ഒരു കെമിക്കലുണ്ട്. ഈ കെമിക്കൽ വന്ന് നെർവിന് ഇറിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ പെയിനാണിത്. ഈ പെയിൻ 3 മാസത്തിനകത്ത് മാറും. സർ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുന്ന രോഗങ്ങൾക്ക് നമുക്കത് തിരിച്ചറിയാനായി പലതരം ഫങ്ഷൻ ടെസ്റ്റുകളുണ്ട്. ഇപ്പം ലിവർ, കിഡ്നി പോലുള്ള അവയവങ്ങൾക്ക് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ സ്പൈനൽ കോഡ്, ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് പോലെയുള്ള അവയവങ്ങൾക്ക് അതിനെന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ എന്തൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകളാണുള്ളത്? ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്? മെജോറിറ്റി ഓഫ് ദ ബാക്ക് പെയിൻ അല്ലെങ്കിൽ കഴുത്ത് വേദനകൾക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ പിന്നെ ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് മതി. ബട്ട് നമ്മളിത് മെഡിക്കൽ ഹെൽപ്പ് ചോദിക്കുമ്പോഴത്തേക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംശയങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് എ സെഡ്, പിന്നെ കയ്യിലോട്ട് വേദന വരുന്നുണ്ട്, അല്ലെങ്കിൽ കാലിലോട്ട് വേദന വരുന്നുണ്ട്, അല്ലെങ്കിൽ കൈക്കോ കാലിനോ മരയിപ്പ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ബലക്കുറവ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് പിന്നെ അത് സാധാരണ നടുവേദന അല്ല, അതിനൊക്കെ അപ്പുറത്തോട്ട് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് സംശയം തോന്നുവാണെങ്കിൽ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് സ്പൈനിനകത്ത് പല ഭാഗങ്ങളുണ്ട്. കശേരുക്കൾ, അത് എല്ലുകളാണ്. കശേരുക്കളെ പിടിച്ചു വയ്ക്കാണ്ട് ലിഗമെൻസും ഡിസ്കുകളും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങിപ്പോകുന്ന ഞരമ്പുകളുണ്ട്. അപ്പോൾ കശേരുക്കളിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്റേയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ എക്സ്റേ, നമുക്ക് സ്റ്റാൻഡിങ് എക്സ്റേസിനകത്ത് നമുക്ക് കഴുത്തിൻ്റെയും നടുവിൻ്റെ എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ലിഗമെൻറ്റിനകത്ത് ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമ്മൾ ബോഡി അനങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്. ആ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റിനേക്കാളും കൂടുതൽ സ്പൈൻ അനങ്ങുവാണെങ്കിൽ ദാറ്റ് മീൻസ് ലിഗമെൻറ്റിനകത്ത് ഇഞ്ചുറി ഉണ്ടെന്നാണ് ഇൻഡയറക്റ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്കതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റേ ആണ് ഡൈനാമിക് എക്സ്റേ. ഈ ഡൈനാമിക് എക്സ്റേ എന്ന് വെച്ചാൽ നമ്മൾ ആളോട് കഴുത്ത് സപ്പോസിങ് നേരെ ഇരിക്കുന്ന കഴുത്താണ്, നമ്മൾ മുമ്പോട്ട് കുനിഞ്ഞുകൊണ്ട് ബാക്കിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് എക്സ്റേ എടുക്കാൻ മതി. സെയിം തിങ് നടുവിനകത്ത് മുമ്പോട്ട് കുനിയുക അല്ലെങ്കിൽ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ നോർമലി നമ്മൾ സ്പൈൻ അനങ്ങുന്നതിനേക്കാളും കൂടുതൽ അനങ്ങുവാണെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുവാണ് ഈ സ്പൈൻ സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ. അൺസ്റ്റേബിൾ സ്പൈൻ മീൻസ് ലിഗമെൻറ്റിനകത്ത് ഇഞ്ചറി ഉണ്ട്. അതാണ് നമുക്ക് ഇനി കിട്ടുന്നത്. പിന്നെ നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ സോഫ്റ്റ് ടിഷ്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് എക്സ്റേക്ക് അത് കാണാൻ പറ്റാത്ത അവയവങ്ങളെയാണ് നമ്മൾ സോഫ്റ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ലിഗമെൻറ്റ്സ് ഉണ്ട്, മസിൽസ് ഉണ്ട്, പിന്നെ ഡിസ്ക് ഉണ്ട്, ഞരമ്പുകളുണ്ട്, സ്പൈനൽ കോഡുണ്ട്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ് MRI സ്കാൻ. MRI സ്കാൻ ബേസിക്കലി ഒരു മാഗ്നറ്റാണ്, ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിനകത്ത് നമ്മൾ കയറി കിടക്കുക. ആൻഡ് ദെൻ ഒരു സ്കാൻ ചെയ്യുകയാണത്.
ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു 30 to 40 മിനിറ്റ്സ് നീണ്ടു നിൽക്കുന്ന ടെസ്റ്റാണ്. പിന്നെ കുറച്ച് പെയിൻഫുൾ അല്ലെങ്കിലും ഒരു നോയ്സി സിറ്റുവേഷനാണ്, ബിക്കോസ് മാഗ്നറ്റൊക്കെ ഉള്ളതുകൊണ്ട്. സോ ബട്ട് ദ തിങ് ഇസ് ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ. ഈ ടെസ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ പല ഡീറ്റെയിൽസും നമുക്ക് ഈ സോഫ്റ്റ് ടിഷ്യൂസിനെ പറ്റി കിട്ടാൻ പറ്റും. സോ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് നമുക്കപ്പോൾ ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളതെന്ന്. സോ ദിസ് ഇസ് വൺ വേ ഓഫ് നമുക്കപ്പോൾ ഈ എക്സ്റേസും MRI സ്കാനും വെച്ചാണ് നമ്മൾ പലപ്പോഴും ഡയഗ്നോസിസ് ചെയ്യുന്നത്. ഇതിൻ്റെ സം അതർ സ്പെഷ്യൽ ടെസ്റ്റ്, നമുക്കിപ്പോൾ ഞരമ്പിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് എന്ന ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഞരമ്പിൽ കൂടുള്ള കറണ്ടിൻ്റെ പിന്നെ നമ്മൾ ചെറിയ സ്മോൾ ഇലക്ട്രിക് കറണ്ട് കൊടുത്ത് അത് ശരിക്കും പാസ്സാവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാനായിട്ട്, ദാറ്റ് ഈസ് വൺ ടെസ്റ്റ്. പിന്നെ there are some other tests as well. നമുക്ക് മസിലിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് EMG എന്ന ടെസ്റ്റ് ഉണ്ട്. സർ, എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് സാധാരണയായി ഉണ്ടാവുന്നത്? ശരിക്കും സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഗുരുതരമാണ് അല്ലെങ്കിൽ അതീവ ഗുരുതരമാകുന്ന പട്ടികയിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്, അഡ്വാൻസ്ഡ് ആയിട്ട് എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നത്? ഒരു മെജോറിറ്റി ഓഫ് ദ സ്പൈൻ ഡിസീസസ് ഡീജനറേഷൻ കാരണം ഉണ്ടാകുന്നതാണ്. പിന്നെ ട്രോമ വരുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ, ട്യൂമേഴ്സും ബാക്കി അസുഖങ്ങളും ഒക്കെ. അപ്പോൾ ഡീജനറേറ്റീവ് ചേഞ്ചസിനകത്ത് മെജോറിറ്റി ഇത് ഈ ഡിസ്കിനകത്ത് തേയ്മാനം വരുമ്പോഴും അല്ലെങ്കിൽ ലിഗമെൻറ്റിനകത്ത് ഇത് വരുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ റെസ്റ്റിലൂടെയും പിന്നെ വേദന സമാധിയിലൂടെയും കൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആൻഡ് ലൈക്ക് ഐ സെഡ്, ഡിസ്ക് പിന്നെ അതിനകത്ത് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന അസുഖമാണെങ്കിലും ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് ഒരു 90 days കഴിയുമ്പോഴത്തേക്ക് ദേ ആർ സിംറ്റം ഫ്രീ, ദേ ആർ ഓക്കെ. സോ അപ്പോൾ വേദന സംഹാരികളും നമുക്ക് പിന്നെ റെസ്റ്റും നല്ല മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ഇതിനകത്ത്. ഇത് വെച്ച് ശരിയാവാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ സപ്പോസിങ് സംബഡി ഈസ് ഹാവിങ് സിംറ്റംസ്, കൈക്കോ കാലം ബലക്കുറവ് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ ആൾക്കാർക്ക് റെസ്റ്റ് വെച്ച് മാത്രം, റെസ്റ്റും വേദന സമാധികളും കൊണ്ട് മാത്രം ശരിയാവത്തില്ല. സോ വിൽ ഹാവ് ടു ഫൈൻഡ്, നമ്മളിട്ട് അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ പ്രോബ്ലം സപ്പോസിങ് ഡിസ്ക് ആണ്, ഡിസ്ക് കാരണമാണ്, ഡിസ്ക് ഇപ്പോൾ സ്ലിപ്പായി ഞരമ്പിനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് ഇറ്റ് ഇസ് കോസിങ് വീക്ക്നെസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, വി ഹാവ് ടു ഇൻ്റർവീൻ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഹിസ്റ്റോറിക്കലി അബൌട്ട് 20-30 years ബാക്ക് വരെ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ പിന്നെ ഒരു ഓപ്പൺ സർജറി വേണമായിരുന്നു. ഓപ്പൺ സർജറി കൂടെ നമ്മൾ പോയി, നമ്മളിപ്പോൾ തലയോട്ടി തുറന്ന് ബ്രെയിനകത്തോട്ട് കയറി പോകുന്ന പോലെ നമുക്ക് ബാക്കിൽ കശേതർക്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഇടയ്ക്കൂടെ വേണം അകത്തോട്ട് കയറി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സമയങ്ങോട്ട് ബോൺ ലോസ് ഉണ്ട്. തിയററ്റിക്കലി സ്പീക്കിംഗ് ഈ ബോൺ ലോസിനകത്ത് വലിയ പ്രോബ്ലം ഒന്നും കാണണ്ടെന്നാണ് പറയുന്നതെങ്കിലും മെനി പീപ്പിൾ കംപ്ലയിൻ അത് കഴിയുമ്പോൾ, അയ്യോ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഒരു പ്രശ്നത്തിന് വന്നു, ബട്ട് ഇപ്പോൾ നടുവേദനയാണ്, ഓക്കെ, ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആഫ്റ്റർ ദാറ്റ് ആ സർജറി കഴിയുമ്പോൾ കുറവായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊരു ഈ സ്പൈൻ സർജറീസിനെ പറ്റി ഒരു ചെറിയൊരു ഡിസപ്പെട്ടത്. കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ വന്നുകൊണ്ടിരുന്നത് വെച്ചാൽ നമുക്കൊരു മൈക്രോസ്കോപ്പ് എന്നൊരു ഒരു യന്ത്രം, ഒരു മെഷീൻ വന്നു. മൈക്രോസ്കോപ്പിനകത്ത് നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചെറിയ ഏരിയയിലൂടെ നമുക്കത് മാഗ്നിഫൈ ചെയ്ത് നല്ലോണം കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഗെയിം ചേഞ്ചറായി. അപ്പോൾ നമുക്ക് ബോണൊന്നും മാറ്റാതെ ബോണിൻ്റെ ഇടയ്ക്കൂടെ പോയി, ഞാനും പറഞ്ഞ് വരുന്ന വഴിയാണ് ഞാൻ പറഞ്ഞുള്ളത്, അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് പോയി ഈ നെർവിനെയോ അല്ലെങ്കിൽ ഈ സ്പൈനൽ കോഡിനെയോ പ്രസ് ചെയ്യുന്ന സാധനങ്ങളെയൊക്കെ നമുക്ക് മാറ്റാം ഫോർ ഡിസ്ക് പ്രോബ്ലം. ഐം ടോക്കിംഗ് അബൌട്ട് ഡിസ്ക് പ്രോബ്ലംസ്. അപ്പോൾ അതിനകത്താകുമ്പോഴത്തേക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആൾക്കാർക്ക് ഈ ബാക്ക് പെയിനും മറ്റേതിൻ്റെയൊക്കെ ഇൻസിഡൻസൊക്കെ കുറഞ്ഞു. ഇപ്പോൾ ഫാഷൻ മാറിക്കൊണ്ടിരിക്കുക ആസ് ടൈം പാസസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ബോൺ മാത്രമല്ല, ഈ ബോണിനെ പിടിച്ച് വെക്കാനുള്ള ലിഗമെൻസും മസിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മൈക്രോസ്കോപ്പിക് സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, ഈ മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്യുന്ന സർജറിയാണ് നമ്മൾ മൈക്രോ ലംബാർ ഡിസ്കെക്ടമി എന്ന് പറയുന്നത്. ആ സർജറി ചെയ്യുമ്പോൾ നമ്മൾ മസിലിൻ്റെ ഇടയ്ക്കൂടെയാണ് കയറി പോകുന്നത്. അപ്പോൾ മസിലിനകത്ത് കുറച്ച് ഡാമേജ് ചെയ്തു. അപ്പോൾ മസിൽ സ്ട്രോങ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നൗ ഫാഷൻ മാറി. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ജനറേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ എന്തോ ചെയ്യുന്നത് വെച്ചാൽ വി പുട്ട് എ നീഡിൽ, അല്ലെങ്കിൽ ചെറിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നൊക്കെ പറയുന്ന പോലെ കീ ഹോൾ സർജറീസ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പിക് സർജറി. അതിലിപ്പോൾ നമ്മൾ മസിലിൻ്റെ ഇടയ്ക്കൂടെ ചെറിയത് ഇതിട്ടുകൊണ്ട് സ്മോൾ ഇൻസിഷനിൽ കൂടെ നമുക്ക് ഡിസ്കും മറ്റൊക്കെ മാറ്റാൻ പറ്റും. ചില കേസസിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അനസ്തീഷ്യ പോലും വേണ്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദ അഡ്വാൻറ്റേജസ്, പേഷ്യൻ്റ് രാവിലെ വരും, സർജറി ചെയ്യുന്നു, ആ ദിവസം തന്നെ വീട്ടിൽ പോകുന്നു. സോ പണ്ടത്തെ കാലം പോലല്ല, വേദനയിലേക്ക് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നു, കുറച്ച് ദിവസം പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് ബെൽറ്റ് ഇട്ട് നടുവിനെയും പിടിച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സുഷുമ്ന നാഡി അഥവാ സ്പൈനൽ കോഡിനെ കുറിച്ചും
എന്താണ് സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്നതിനെക്കുറിച്ചും അത് എത്രത്തോളം ഗുരുതരമാണ്, ഇതിനൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് എന്നതിനെക്കുറിച്ചും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതിനെക്കുറിച്ചും വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും ഇത്രയും കാര്യങ്ങൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിനും ഒരുപാട് നന്ദി.